ശിവരാത്രി പുണ്യം തേടി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജനപ്രവാഹം. രാത്രി 12 മണിയോടെ ബലിതർപ്പണം ആരംഭിച്ചു. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഞായറാഴ്ച വരെ ബലിതർപ്പണം നടത്താം. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ശിവരാത്രിയുടെ പുണ്യം തേടിയുള്ള ഭക്തജനപ്രവാഹം, ബലിതർപ്പണം ഇപ്പോഴും തുടരുകയാണല്ലോ. പിതൃസ്മരണയിൽ ബലിതർപ്പണം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ചടങ്ങുകളാണ്. ശിവരാത്രി വിളക്കിനും മറ്റ് ചടങ്ങുകൾക്കും ശേഷമാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലും കാർമ്മികത്വത്തിലുമാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തിരക്കുണ്ടെങ്കിൽ നടക്കാൻ പാടില്ല. വരെ 4 അരി നനച്ചിടണം. പാടില്ല. അതിവിടെ അത് കുളിച്ചിട്ടേ ഇടുള്ളൂ. വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരില്ല. ഇങ്ങനെ ചെയ്തെങ്കിലും എനിക്ക് തൃപ്തിയാവുള്ളൂ. അപ്പം നമ്മളെ സർവേശ്വരനും ആലുവത്തവരും കാക്കും. എല്ലാ വർഷം വരാറുണ്ട്. ഞാനും വൈഫ് എല്ലാ വർഷം വന്ന് ഇട്ട് പോകാറുണ്ട്. ഉദ്ദേശം തന്നെ നല്ല ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ സംഘത്തിലത്തെ എല്ലാ ആത്മാക്കളും ഇവിടെ ഉണ്ടാവുമല്ലോ. അത് നമ്മളെ കണ്ടുപോട്ടെ, നമുക്ക് അവിടെ കാണാമല്ലോ. തിരക്കുണ്ട് തിരക്കുണ്ട് കുറവില്ല. തിരക്ക് വേഗം തീർന്നു പോകുന്നുണ്ടല്ലോ. അതൊരു വിഷയമല്ല. ഇവിടെ തിരക്കൊന്നുമല്ല. സ്ഥലം ഇഷ്ടമുള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല. 116ഓളം ബലിതറകളാണ് ഇവിടെ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. 2000-ലധികം പോലീസിനെയാണ് വിവിധ ഭാഗങ്ങളിലായി പോലീസ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല കൃത്യമായ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ഭക്തർക്ക് മടങ്ങാനായി പ്രത്യേക KSRTC സർവീസുകളും മെട്രോ സർവീസുകളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നിരവധി ഭക്തരാണ് പല ജില്ലകളിൽ നിന്നായി ആലുവ മണപ്പുറത്തേക്ക് ഇത്തരത്തിലെത്തുന്നത്. മാത്രമല്ല ഇന്നലെ രാത്രി മുതൽ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ ശിവരാത്രി ആഘോഷങ്ങളാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ പലരും ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചാണ് ഈ ബലിതർപ്പണ ചടങ്ങിനായി ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. നാളെ വരെ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. അത്തരത്തിൽ എന്തായാലും ഭക്തരെ സംബന്ധിച്ച് വലിയ ആത്മസംതൃപ്തിയോടെയാണ് ഈ മണപ്പുറത്തു നിന്നും ആലുവ മണപ്പുറത്തു നിന്നും മടങ്ങുന്നത്. സിസ് ബൈജുവിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.